കണ്ണന്റെ മോഹന രൂപം ഉള്ളിൽ കാണണമെപ്പോഴും. ഉള്ളിൻ്റെ ഉള്ളിൽ വാഴും കണ്ണന്റെ സുന്ദര സ്വരം കേൾക്കണം. ഗോവിന്ദ ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. അമ്പാടി തന്നിലംബോജമതിൽ തമ്പുരാൻ തന്ന വരദാനം അൻപോടുണ്ടായി ദേവഗീസുതൻ വൻപേറും ലോക രക്ഷയ്ക്കായി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. ആനന്ദം ലോകർക്കാവോളമേകി ആനന്ദമൂർത്തി മാധവൻ സ്വാനന്ദം കളിയാടി നിന്നോരു കോമള രൂപം കാണേണം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി. നിർത്തിയത്. അടുത്തതായിട്ട് ദ്വിതീയ സ്കന്ധത്തിലേക്ക് പ്രഥമ അധ്യായത്തിലേക്ക് പോകുന്നു. പരീക്ഷത്ത് ചോദിച്ച 6 ചോദ്യങ്ങളിലൂടെയാണ് പ്രഥമ സ്കന്ധം അവസാനിക്കുന്നത്. യത് ശ്രോതവ്യം മഥോ ജപ്യം യൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യയം. 7 ദിവസത്തിൽ മരണത്തെ കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ ആരെ ജപിക്കണം, ആരെ സ്തുതിക്കണം, ആരെ കീർത്തിക്കണം, ആരെ സ്മരിക്കണം, ആരെ ഭജിക്കണം, അല്ല ഇനി ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? ബ്രൂഹി യദ്വാ വിപര്യയം. ഈ 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വാസ്തവത്തില് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതായിട്ടുള്ള ഈ ചോദ്യത്തിനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരാഴ്ച 24/7 ആണല്ലോ നമ്മൾ പറയുക. ഒരാഴ്ച 7 ദിവസമേ ഉള്ളൂ. ഈ 7 ദിവസത്തിൽ എന്തെങ്കിലും ഒരു ദിവസമാണ് നമുക്ക്. അങ്ങനെ ഈ 7 ദിവസത്തിൽ എന്തെങ്കിലും ഒരു ദിവസം മരണം ഉണ്ടാവും. മൃത്യുർവൈ പ്രാണിനാം ധ്രുവ. അങ്ങനെ മരണത്തെ കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്. 7 ദിവസം എന്താ നമ്മൾ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത്? ജന്മലാഭപ്പരപ്പും സാമന്തേ നാരായണ സ്മൃതി, അതാണല്ലോ നേടിയെടുക്കേണ്ടത്. അവസാനം എന്തൊന്നിനെയാണോ സ്മരിക്കുന്നത് അതായിട്ട് ഭവിക്കും എന്നാണ് ശാസ്ത്രങ്ങളെ പറയുന്നത്, ഭാഗവത മഹാപുരാണവും പറയുന്നത്. അതുകൊണ്ട് അന്ത്യകാലത്ത് നാരായണന്റെ നാമം സ്മരിക്കാൻ അല്ലെങ്കിൽ വായ കൊണ്ട് ജപിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആരായി ഭവിക്കും? നാരായണനായിട്ട് ഭവിക്കും. എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടും, ഭഗവാനിലേക്ക് എത്തിച്ചേരും എന്നർത്ഥം. വാസ്തവത്തിൽ അതാണ് നമ്മളുടെയൊക്കെ ഉറവിടം. ആ ഗൃഹത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ കെട്ടിയിരിക്കുന്ന വീട്, ഗൃഹം, ഫ്ലാറ്റ്, ഇതൊക്കെ വാസ്തവത്തില്
വാടകയുടെ സ്ഥലങ്ങളാണ്, വാടകയ്ക്ക് എടുത്ത സ്ഥലമാണ് നമ്മുടെ വീടൊക്കെ. എൻ്റെ സ്വന്തമാണ്, ആധാരം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വാടക വീടാണ്. ഒന്നുകിൽ ആ വീട് നമ്മളെ വിട്ടുപോകും ഒരു ദിവസം, ഇല്ലെങ്കിൽ നമ്മൾ ആ വീട് വിട്ട് ഒരു ദിവസം പോവാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മുടെ വീട് സ്വന്തം എന്ന് പറയാനുള്ളത് ആ വിഷ്ണുപാദം തന്നെയാണ്. അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഈ ജീവാത്മാവ്. ആ പരമാത്മാവിൽ നിന്നും യാത്ര തിരിച്ച് നമ്മള് ആ പരമാത്മാവിലേക്ക് എത്തിയാൽ പറയാം, ഞാൻ എൻ്റെ വീട്ടില് തിരിച്ചെത്തി, ഇനി എനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇല്ലെങ്കിൽ പല വാടക വീടുകളിലും പന്നിയായിട്ടും മാനായിട്ടും ആനയായിട്ടും ഉറുമ്പായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഏതൊക്കെ വാടക വീട്ടിലാണ് നമുക്ക് താമസിക്കേണ്ടി വരിക, നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങൾ അനുസരിച്ച് നമുക്കറിയില്ല. ആ വീടുകളിലൊക്കെ കയറി താമസിച്ച് ഇങ്ങനെ നടക്കാം. ഈ ചോദ്യങ്ങളെ നമുക്ക് വേണ്ടി പരീക്ഷത്ത് ചോദിക്കുന്നതാണ് ശ്രീമദ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായാലും ഇതുവരെ നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ മരണം എന്ന് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്കറിയില്ല. ബാക്കിയൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, പലതും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. വേണമെങ്കിൽ ഇന്നിരുന്നാൽ ജ്യോതിഷ ശാസ്ത്രപ്രകാരം 10 കൊല്ലം കഴിഞ്ഞ് എന്നാണ് സൂര്യഗ്രഹണം വരിക, അതിന്ന് പറയാൻ കഴിയും ഇല്ലേ? അത്രയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എന്ന് എപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അന്ത്യം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഭാഗവതം രണ്ടുപേരെ കാണിച്ചു തരുന്നുണ്ട്, ഇത് അറിയുന്ന വ്യക്തികൾ. ഒന്നാണ് പരീക്ഷിത്ത്. ഇന്നേക്ക് 7ാമത്തെ ദിവസം തക്ഷകന്റെ ദംശത്താൽ മരിക്കപ്പെടും, അങ്ങനെയാണ് തന്റെ മൃത്യു എന്നറിഞ്ഞ ആളാണ് ആര്? പരീക്ഷിത്ത്. ഇതേമാതിരി തന്റെ മൃത്യുവിനെ മുൻകൂട്ടി അറിയുന്ന ഒരാളായിരുന്നു കംസൻ. ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രൻ എൻ്റെ അന്തകനായിരിക്കും എന്നറിഞ്ഞു. പക്ഷെ കംസൻ സ്വീകരിച്ചത് ആ അന്തകനെ ഇല്ലാതാക്കി മൃത്യുവിനെ ജയിച്ച് മരണമില്ലാതെ കണ്ടാവാനാണ്. പക്ഷെ എന്താ നടന്നത് കംസന് നമുക്കറിയാം. ദശമത്തിലെ കഥകൾ പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആ മൃത്യുവിനെ ജയിക്കാനല്ല, ആ മരണഭയത്തെ അതിജീവിക്കാനാണ് പരീക്ഷിച്ച് തീരുമാനിച്ചത്. അതുകൊണ്ട് മരണമില്ലാതെ കണ്ടായി മുക്തി നേടാൻ ഭഗവാനിലേക്ക് എത്താൻ പരീക്ഷത്തിന് കഴിഞ്ഞു. അപ്പൊ ഭാഗവതം കാണിച്ചു തരികയാണ് നമുക്ക്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക, വേണമെങ്കിൽ കംസനായിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ ഒരു പരീക്ഷത്തായിട്ട് നമുക്ക് നമ്മളാ തീരുമാനിക്കേണ്ടത് എങ്ങനെയാ പോവേണ്ടത് എന്നുള്ളത്. ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുക ഭാഗവതം. പരീക്ഷത്തിന്റെ ചോദ്യങ്ങളെ കേട്ട് സന്തോഷിച്ച ശ്രീശുകൻ പറയാണ്, വരീയാനേഷതേ പ്രശ്ന. വരീയാൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള ചോദ്യം തന്നെയാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത്. പാമ്പ് കടിച്ച് ഞാൻ മരിക്കൂലോ, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം? എന്ത് ചെയ്യാന്നുള്ളതിനെ ചോദ്യമാണെന്ന് പറയുന്നത്. ഭാഗവതം സ്വാദും ആ രീതിക്കൊക്കെയാണ് ഭഗവതം വേദവ്യാസൻ അർത്ഥം. അത് വ്യാസരചിതമായ ഭാഗവതമായാലും ശരി, വാൽമീകി രചിതമായിട്ടുള്ള രാമായണമായാലും ശരി, ഇത് എഴുതിപ്പോയതൊന്നുമില്ല. അപ്പൊ ഓരോ അക്ഷരങ്ങൾക്കും അവിടെ എന്തുണ്ട്? അതിൻ്റെ സ്വാദുണ്ട്, അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. ഓരോ അക്ഷരങ്ങളെ സംസ്കൃതത്തില് ഓരോ ബീജാക്ഷരങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓരോരോ അക്ഷരങ്ങള് ചിലപ്പോൾ മതം ജപിക്കുമ്പോൾ ഹോം ഹ്രീം ഹ്രാം ഹൂം എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഈ വിളിച്ചു വരുന്നത്, വെറുതെങ്കിലും ഓം ഹ്രീം ഹ്രാം ഹൂം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇതൊക്കെ ഓരോ ബീജമന്ത്രങ്ങളാണ്. ഓരോന്നിനും വ്യാപ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചു പോകുമ്പോൾ മനസ്സിലാവും.
രാ എന്ന് പറയുന്നത് അഗ്നിബീജമാണ്, രാ എന്ന് പറഞ്ഞ അക്ഷരം. അതേമാതിരി വാ എന്ന് പറഞ്ഞ അക്ഷരം അമൃതബീജമാണ്. സംസ്കൃതത്തിലെ അമൃതബീജമാണ് എന്ത്? വാ എന്നുള്ളത്. രണ്ടാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ പദത്തിലെ ആദ്യത്തെ അക്ഷരം ശ്രീശുകൻ വായ തുറന്ന് പരീക്ഷത്തിനോട് പറയുന്നത് എന്താ? വരീയാൻ വാ എന്ന് പറഞ്ഞ, അതായത് ആ അമൃതബീജമായ വാ എന്ന അക്ഷരം കൊണ്ടാണ് അവിടെ ഭാഗവതം ഉപദേശിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ത്? തന്നെ അമൃതത്വത്തിലേക്ക് തന്നെയാണ് ഞാൻ കൊണ്ടുപോവുക എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് പറയാതെ കണ്ട് തുടങ്ങുന്നത്. ഏത്? ഭാഗവതം. ലോകഹിതത്തിനായിട്ട് അങ്ങ് ചോദിച്ച ചോദ്യമാണല്ലോ ഇത്. ചോദിച്ചു അങ്ങ് ആരെയാ ജപിക്കേണ്ടത്, ആരെയാ ഭജിക്കേണ്ടത് എന്നൊക്കെ. നമ്മുടെ ജീവിതമെല്ലാം കുറെ അല്പായുസുള്ളവരാണ് മനുഷ്യരൊക്കെ. കുറെ ഉറങ്ങിയിട്ട് അല്ല, കുറെ കളിച്ചു തീർത്തു. മനസ്സിലാക്കുന്നില്ല. ഒരു ദിവസം എനിക്ക് നാളെ ഞാൻ പോവാൻ പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. പോകണോ നമ്മുടെ മുമ്പിൽ 4 പേര് എത്തിയിട്ട് കാണണോ നമ്മൾ? അപ്പോഴും നമ്മൾ ചിരഞ്ജീവികളാണ്, നമുക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ വിചാരം. ഇതേമാതിരി എന്നാ എന്നെ കയറ്റിക്കൊണ്ടുപോവാന്ന് നമ്മൾ ആലോചിക്കുന്നില്ല ഒരു നിമിഷം.